യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യ നേരത്ത് നമ്മൾ സഹായം ചോദിച്ചപ്പോൾ അത് നിരസിച്ചവരുണ്ടാകാം. നമ്മളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചവരുണ്ടാകാം. അവരോടൊക്കെ ഒരകൽച്ച, ഒരു നീരസം നമുക്ക് തോന്നാറുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായാൽ അങ്ങനെ വരണമായിരുന്നു എന്ന് ചിന്തിച്ച് ഉള്ളിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട്. ഇനിയും ചിലപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകണമേ എന്ന് ആഗ്രഹിച്ച് ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും പ്രാർത്ഥിച്ചവരും ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനഭാഗത്തും ഈ ഒരു മനോഭാവം നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ സ്വീകരിക്കാതിരുന്ന ഗ്രാമവാസികൾ നശിച്ചു പോകാൻ ആഗ്രഹിച്ച യാക്കോബും യോഹന്നാനും. പക്ഷേ ആ മനോഭാവത്തെ ഈശോ ശാസിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. നമുക്കും ഈ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് പകരം അവിടുത്തെ ശാസനം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കത് തിരുത്താൻ ശ്രമിക്കാം. നമുക്ക് ബുദ്ധിമുട്ടോ അകൽച്ചയോ ഒക്കെ തോന്നുന്നവരുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരോട് സഹാനുഭൂതിയോടെ ക്ഷമയോടെ പെരുമാറാനും ശ്രമിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.